മുസ്ലിം ഇസ്ലാമിനെ മനസ്സിലാക്കലാണ്. മറ്റോടത്ത് പോയാൽ ശിർക്ക്, ആ ജോത്സ്യന്റെ അടുത്ത് പോയാൽ ശിർക്ക്, ഈ നമ്പൂതിരിയുടെ അടുത്ത് പോയാൽ കുഴപ്പം, ചാത്തമ്മടത്തിൽ പോയാൽ കുഴപ്പം, തങ്ങളടുത്ത് പോയാൽ കുഴപ്പമില്ല, ബീവിന്റെ അടുത്ത് ഉറുക്കും നറുക്കിനും പോയാൽ കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ? ഇല്ല. മൻ അതാ കാഹിന ഔ അറാഫ, ആരെങ്കിലും ഒരു ജോത്സ്യനെയോ പ്രശ്നം നോക്കുന്നവരെയോ അങ്ങനെ മഷിനോട്ടക്കാരെയോ ആരെയാവട്ടെ അവൻ സമീപിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകാര്യമല്ല. അവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇറക്കി കൊടുത്ത അള്ളാന്റെ കിതാബിൽ അവിശ്വസിച്ചവനാണ്. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ജ്യോതിഷികൾ, ജ്യോത്സ്യന്മാർ, അത് അറബി മാന്ത്രികായ കുഴപ്പമില്ല, അറബി മാന്ത്രികായ കുഴപ്പമില്ല, അറബ് ഉറുസ്, അറബ് ഏലസ്, അറബ് ഐക്കല്, ഇങ്ങനെയുണ്ടോ? ഇവർ ഓരോ പരിപാടി ഇസ്മിന്റെ പണിയൊക്കെ കോഴിമുട്ടമ്മലും വെള്ളരിക്കമ്മലും കരിക്കുമ്മലും എഴുതിയിട്ട് ആതിരാക്ക് കബർ ഏതെങ്കിലും മക്ബറയിൽ പോയിട്ട് പള്ളിക്കാട്ട് പോയിട്ട് ഏതെങ്കിലും കബർ മാന്തിയിട്ട് അതിലിട്ട് തിരിച്ചു പോരും. ഇവരുടെ ഷർറിൽ നിന്ന് ഈ സമുദായത്തെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നല്ല മനസ്സ് ഈ സമൂഹത്തിന് അള്ളാഹു നൽകുമാറാകട്ടെ. ദുആ ചെയ്യുക പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിച്ച് ഒരാളെങ്കിലും സന്മാർഗത്തിലായാൽ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്നതിനേക്കാളും പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി പറയട്ടെ, നമ്മുടെ ലക്ഷ്യം അതാണ്. ഒരാളെങ്കിലും ഈ ഷർറിൽ നിന്ന് രക്ഷപ്പെടട്ടെ, ഒരാളെങ്കിലും ഈ സമുദായത്തെ ദുഷിപ്പിക്കുന്നവന്മാരുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടട്ടെ. അവരെ അള്ളാഹ് നന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവരെ അള്ളാഹ് നന്നാക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവർ മുഖേനയുള്ള ഷർറിൽ നിന്ന് ഈ സമുദായത്തെ റബ്ബ് കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണേ ഉമ്മമാരെ, പ്രാർത്ഥിക്കണം സഹോദരന്മാരെ.